ഹലോ ഗായ്സ്, വെൽക്കം. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ പീച്ച് ഡാമിലോട്ട് പോവാണ്. തിരക്കുണ്ടായിരുന്നു ഗൈസ്, ക്യൂ ഒക്കെ വന്നു ഗൈസ് പീച്ച് ഡാമിൽ. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിലൊക്കെ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഗൈസ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളപ്പോൾ പീച്ച് ഡാമിൻ്റെ അകത്തോട്ട് കയറി ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു തുമ്പികളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ തുമ്പികളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് ഗൈസ്. ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗൈസ് നമ്മുടെ ഡാമൊക്കെ തുറന്നിട്ടുണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്, ഇവിടുത്തെ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വെള്ളച്ചാട്ടം പോലെ ഉണ്ട് ലേഡി. സ്ലൈഡ് പോയാൽ അവിടെ കിടക്കും. നീന്താൻ അറിയാത്ത ആളാണ് അങ്ങനെ പോയി വെച്ചാൽ. ഞാൻ കണ്ടോ ഗൈസ്, അവിടെ ഒരു പള്ളി കണ്ടോ നിങ്ങൾ? ഗൈസ് ഇതാണ് ഇവിടുത്തെ കട ഗൈസ്. ഐസ്ക്രീം കിട്ടി ഗൈസ്. എൻ്റെ ഉമ്മ എനിക്ക് വാങ്ങിച്ചു തന്നു ഗൈസ്. പാർക്കിലോട്ട് പോവുകയാണ് നമ്മൾ ഇപ്പോൾ. അപ്പൊ ഞങ്ങൾ സെക്കൻഡ് പാർക്കിലോട്ട് പോവാണ് ഗൈസ്. നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലേ ഗൈസ്, ഇപ്പോഴും ഇവളുടെ ഐസ്ക്രീം തിന്നു കഴിഞ്ഞിട്ടില്ല ഗൈസ്. അപ്പോൾ നമുക്ക് പാർക്കിൽ എത്തിയിരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ചു നേരം കളിക്കാം കേട്ടോ. പാർക്കൊക്കെ ഒന്ന് നന്നായി ആസ്വദിച്ച് കാണാം നമുക്ക് വേണമെങ്കിൽ. അതെ ഗൈസ്, അങ്ങോട്ട് പോവാം. എന്താ പോണ്ടത് അതൊരു അറ്റ. അപ്പൊ ഗൈസ് നമുക്കിപ്പോൾ നേരെ ഇങ്ങോട്ട് പോകാം. ഇതൊക്കെ നോക്കൂ, പാർക്ക് ഇതാണ് പാർക്കുകള്. എന്താ പാർക്കൊക്കെ കാണാൻ പറ്റില്ലല്ലോ. ഇതൊക്കെയാണ് ഇവിടുത്തെ അഡ്വഞ്ചേഴ്സ് ഗൈസ്. ഞങ്ങൾ ഈ പാർക്കിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ തേർഡ് പാർക്കിൽ പോകണം. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തിന്നാനായിട്ട്. ഞങ്ങൾക്ക് രണ്ടുപേർ കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിന്നായിരുന്നു ഗൈസ്. സോ നമ്മൾ നേരെ താഴത്തെ പാർക്കിലോട്ട് പോകണം. വെറുതെ ഇരിക്കാമോ ഇവിടെ വേണ്ട. കളയാം. എന്തേ അപ്പൊ ഗൈസ് ഞങ്ങൾ എന്തോ ഒരു കാര്യത്തിന് അങ്ങോട്ട് കയറ്റിയില്ല ഗൈസ്. അപ്പോൾ അവിടെ ആൾക്കൂട്ടം കുറേ ഉണ്ട്. സോ നമ്മൾ ഇനി അടുത്ത ഇതിലോട്ട് പോവാണ് ഗൈസ്. അടുത്തത് ലാസ്റ്റാണ്. കുളത്തിൽ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മളങ്ങനെ ലാസ്റ്റിൻ്റെ അടുത്തതിൽ വന്നിട്ടുണ്ട്. അടുത്തതിൽ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള പൂക്കളുടെ ഒരു സ്ഥലവും അതുപോലെ തന്നെ ഒരു ട്രീ കണ്ട് ഗൈസ്, നല്ല വലിപ്പവും. പിന്നെ അങ്ങനെ ചെരിഞ്ഞിട്ടുണ്ട് ഗൈസ്. പിന്നെ എന്തോ ഒരു പള്ളി പോലത്തെ എന്തോ ഒരു സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ കൂടെ നടക്കുകയാണ് ഗൈസ്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വേറൊരു കുളമാണ്. ഇതിൽ മീനുണ്ടടി. മീൻ അങ്ങോട്ട് പോവാ. ഫ്ലവറാണ്. റോസാപ്പൂ നോക്കൂ, റോസാപ്പൂ ഗൈസ്.
വെള്ളച്ചാട്ടം പോലെയുള്ള സ്ഥലം. സ്റ്റെപ്പിൽ കൂടി പോണ ഒരു വെള്ളച്ചാട്ടം. ഇതാ നമ്മൾ കുടിക്കാൻ അതിനൊക്കെ പറ്റിയൊരു വീട് പോലത്തെ സംഭവം. വീട് പോലത്തെ അല്ലേടി, അവിടെ ഇങ്ങനെ ഇരിക്കാനും. ഇപ്പൊ നല്ല മഴ പെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്, പക്ഷെ അത് അപ്പോഴേക്കും പോകുന്നു ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്, ഫോട്ടോ എടുക്കാനൊക്കെ. അത് പൊട്ടിയിട്ട് വന്നിട്ട് ബോഡി. പിന്നെ അതൊന്നും കാണിച്ചില്ല. പിന്നെ വേറൊരു സ്ഥലം, പിന്നെ അവിടേക്ക് ഒരു സ്ഥലമുണ്ട് ഗൈസ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ അവിടെ പറയുന്നുണ്ട് ഗൈസ് മീനൊക്കെ ഉണ്ട്. എനിക്ക് പിന്നെ അറിയിട്ടൊന്നുമില്ല. വെള്ളച്ചാട്ടമാണ് നമ്മൾ ഗൈസ്. ദേ ഡാമാണ് ഗൈസ് അവിടെ തുറന്നു വിടുന്നത്. നല്ല രസമുണ്ട് ഗൈസ് അത് കാണുമ്പോൾ തന്നെ. നല്ലൊരു രീതിയിലൊക്കെ കണ്ടു ആസ്വദിച്ചു വന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വേറൊരു സ്ഥലത്തോട്ട് പോകുകയാണ്. അങ്ങനെ ഗൈസ് നമ്മൾ അവിടുന്ന് സിയാക്ക് ഒരു ഐസ്ക്രീം വാങ്ങിക്കാൻ നോക്കി. എൻ്റെ ഫ്രണ്ടിന് ഐസ്ക്രീം വാങ്ങിക്കാൻ നോക്കി, പക്ഷെ അതൊക്കെ ഫ്ലോപ്പായി ഗൈസ്. അതായത് എൻ്റെ ഫ്രണ്ടിന് കിട്ടിയില്ല ഗൈസ്. പാവണ്ട് എൻ്റെ ഫ്രണ്ട്. പക്ഷെ അവിടെ ഒരു കടയും കൂടി ഉണ്ട് ഗൈസ്. പക്ഷെ അവിടെ കളിപ്പാട്ടും പിന്നെ അവിടെ മിഠായിയൊക്കെ ആയിരിക്കും വിൽക്കാന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. എനിക്കറിയില്ല അവിടെ ഐസ്ക്രീം വിൽക്കുമെന്നൊന്നും. ഞാൻ വിൽക്കാൻ സാധ്യത ഉണ്ട് ഗൈസ്. ഓക്കെ, ഗൈസ് സിയാക്ക് ഒരു ലക്കി വന്നു ഗൈസ്. ഇവിടെ ഉണ്ട് ഗൈസ്. എൻ്റെ ഉമ്മ എനിക്ക് 2 ലൈസ് വാങ്ങിച്ചു തന്നു. അതുപോലെ തന്നെ അവൾക്ക് കോൺ ടോപ്പ് ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അടുത്തുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.